എല്ലാ പെണ്ണ് കണ്ട പെണ്ണങ്ങൾ നന്നോ പെണ്ണ് വന്നോ എന്നോന്ന് ചോദിച്ചാൽ അയാളെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പെണ്ണിനല്ലേ കിട്ടുള്ളൂ. അത്യാവശ്യം മഞ്ചുകാരൊക്കെ ഉണ്ടോ? ഇങ്ങനെ അതിനെപ്പറ്റി ബേജാറാണ്ട. ഞാനോളോട് നല്ലോണം പെയിന്റ് അടിച്ച് നിൽക്കാൻ പറഞ്ഞു. അല്ല ചങ്ങായി ഇപ്പൊ എവിടെ പോയി കിടക്കുകയാണ് പറഞ്ഞ സമയത്തല്ലേ നോക്കിയാട്ടെ ഉള്ളയിൽ മുന്തിയ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. എന്തായി ഞാനെന്താ പറയണത്, 501ാമത്തെ പെണ്ണാണ് ഇപ്പൊ അഹേന് കാണിച്ചു കൊടുക്കുന്നത്. ഇയാളുടെ ഡിമാൻഡ് പല ഡിമാൻഡാണ്. അല്ല അതുകൊണ്ട് നമുക്കൊരു കാര്യമായി, നമുക്കൊരു ഇരിക്കച്ചാലായി. നമുക്ക് ഇരിക്കച്ചാലിന്റെ അല്ല, നിങ്ങള് കല്യാണം കഴിച്ച് നിങ്ങൾക്ക് കുട്ടികളായി, നിങ്ങളെ കുട്ടികൾക്ക് വേറെ കുട്ടികളായി. കല്യാണം കഴിച്ചില്ല. അതന്നെ എന്റെ സ്ഥിതി. നമുക്ക് കുട്ടികളും പെണ്ണുങ്ങളോ അല്ല മക്കളും ഒക്കെ ആയി. ആ ചങ്ങായിക്ക് എത്ര പെണ്ണായി നമ്മൾ കൊണ്ടെടുക്കണേ. പക്ഷെ എന്താ നിങ്ങളെ വീടിന്റെ പണി ഫുള്ള് കഴിഞ്ഞാ? എന്റേത് ഇവിടെ കുറച്ച് കഴിഞ്ഞ്. പക്ഷെ ഇനി കിട്ടുമോ നോക്കുക. പക്ഷെ പൈസ ഉണ്ട് മൂപ്പറയുന്നത്. പൈസ ഉണ്ട് പറഞ്ഞാൽ മൂപ്പരാള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, പൈസ ഇല്ലാതെ പൈസ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിങ്ങോട്ട് ഇറങ്ങൂല. എന്തായാലും നമുക്ക് ഇതൊന്ന് കണ്ടേ കാണിച്ചു കൊടുത്ത് നോക്കുക. ഇവർക്ക് ആ ടീമിനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമാണെന്നും പറഞ്ഞിട്ടാണ് വാശി പിടിച്ചിരിക്കുന്നത്. അല്ലാണ്ടോ ഇനിയിപ്പം വല്ലാതൊന്നും ഇല്ലല്ലോ ഇയാൾക്ക് സർവീസിലേ. ഒറ്റ മാസവും ആണോ? എന്നാ പിന്നെ കാര്യം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചാമ്പി കൊടുക്കാണ്. ചാമ്പി കാണണം. എന്നാ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാവും ചെയ്ത് നമ്മക്ക് കിട്ടും. അവിടുന്ന് നല്ലോണം കിട്ടും. അല്ല അയാളോട് പിന്നെ നമ്മുടെ കല്യാണത്തിന് ആ ഭർത്താനം പറയുമ്പോഴേ പൊട്ടറാണ് അയാള്. പിന്നെ എനിക്ക് സർവീസ് കഴിയാനായിരിക്കും പറയണം, പ്രത്യേകം പറയണം. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ക്ലാസ് കൊടുക്കണം നല്ലോണം. അവിടെ പോയി കഴിഞ്ഞ് കോളായി കാണും. പിന്നെ നമ്മള് കള്ളനാവും. പിന്നെ അതിന് വേറെ സത്യമായിട്ട് മോളെ 2 ആങ്ങളാര് മറ്റേള് ഇപ്പൊ ആവാം. 2 ആങ്ങളാരുണ്ടല്ലോ അവളെ. നിങ്ങൾ പറഞ്ഞാൽ 2 ആങ്ങളാരുണ്ട് അതന്നെ. ആ കേസ് തന്നെയല്ലേ? ആങ്ങളാര് കല്യാണം കഴിച്ചിട്ടില്ല. ആ കേസ് തന്നെയാണല്ലേ? ഞാൻ നിങ്ങൾ പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ട്. ആ കുട്ടിയല്ലേ? നിങ്ങള് ഓളെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നു പറഞ്ഞ് വാശിയും പിടിച്ചിരിക്കുക. പല്ല് മുളച്ചിക്കുന്ന 2ആക്കും. പക്ഷെ വലിയ കാര്യം പെങ്ങളെ. അല്ല ആ ചങ്ങായി ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? ഓനിപ്പോ റിട്ടയർമെന്റിന് 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58 തന്നെ. 58 വയസ്സ് തന്നെ ഉണ്ടാവും. ഒരു 2-3 വയസ്സ് ഒക്കെ കൂടുട്ടോ. കൂടുവോ? ആ സാരില്ലാന്ന് ഓനൊരു പൊട്ടനാണ്. ജാതകക്കുറിപ്പിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ജാതകം നോക്കണ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഈ കുയിലൊക്കെ എടുക്കാൻ നേരത്തെ ജാതകം നോക്കണം എന്താന്നോളിന്ന്. അത് നമുക്ക് അങ്ങോട്ട് ചെയ്യാം. നമുക്ക് ഏതായാലും നമുക്ക് പിന്നെ മൂപ്പര് പറ്റേ ഇയാളെ കാണില്ലല്ലോ. ഇപ്പൊ അതാ വലിയ ആചാരം. നമുക്ക് പോലെ പരിപാടി ഇല്ലേ? വേറെ കാര്യം നമുക്ക് വേറൊരു പാർട്ടിയിൽ കാണിച്ചു കൊടുക്കാണ്ട്. വേറെ കാര്യമുണ്ട്. ഇപ്പൊ അഹേന് റിട്ടയർഡ് ആവണതിന്റെ മുന്നേ ഓനക്കൊന്നും കൊളത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അല്ല ഇത് നമുക്ക് അത്യാവശ്യം പറഞ്ഞ് ചെയ്യാം. ഒന്നാമത് എന്താ വെച്ചാൽ നമുക്ക് കല്യാണം പെണ്ണ് കാണല് നിശ്ചയമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ ഒരു കല്യാണം കഴിഞ്ഞ പോലെ റിസപ്ഷനും ഒക്കെ നടത്തിക്കോട്ടെ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കാര്യം പട്ടിണിയാവും ചെയ്യും. പിന്നെ റിട്ടയർഡ് ആയാൽ പിന്നെ ഓനക്ക് അല്ല വേറെ ഒന്നുണ്ട് നൗഷാദക്ക. ഇപ്പൊ ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയണ്ടല്ലോ. അവർക്ക് ടെൻഷൻ അല്ല വേറെ ഞാൻ പറഞ്ഞ ഇപ്പത്തെ ആൾക്കാർക്ക് ഒരു വലിയൊരു പോയത്തുണ്ട്. അതായത് 2013 മുതൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ ഇല്ല. 2013 മുതൽ ഇയാൾക്കുണ്ടാവും. ഇയാൾ 13 മുമ്പ് പോയ ആളാണ്. പക്ഷെ 2010 എല്ലാവരും പറയുന്ന സർക്കാർ കുട്ടികൾ വേണം, പെണ്ണ് വേണം, ആണ് വേണം എന്ന് പറയില്ലേ. ഈ 2013 മുതൽ സർക്കാരിന്റെ പുതിയ നിയമമാണ് ഈ പണി എടുക്കുന്ന ആളുകൾക്ക് 65 വയസ്സ് വരെ പണിയെടുക്കാം. അല്ലാതെ പെൻഷൻ ഇല്ല. 65 വയസ്സ് വരെ പണിയെടുക്കാം. പക്ഷെ ഇവർക്കൊന്നും ഇപ്പോഴും ആ തല പോയില്ല. ഇപ്പോഴും എല്ലാവർക്കും സർക്കാർ ഉദ്യോഗം വേണം. സാറേ ഇപ്പൊ കൽപ്പണിക്കാരന് കിട്ടുന്നുണ്ട് 1100 റുപ്യ. 1100 റുപ്യ. പണ്ട് 700 രൂപ ഇന്ത്യക്കാരിപ്പോ വാങ്ങണ 1000 റുപ്യ. കാലം മാറിപ്പോയി. ജനങ്ങൾ ഇപ്പോഴും സർക്കാർ പണി മതി. എന്റെ പണികൾ സർക്കാർ ഉദ്യോഗസ്ഥ. 2013 വയസ്സുള്ളവരെ സർക്കാർ പണി കിട്ടിയിട്ട് എന്താ കാര്യമില്ല. അത് ബോധം വേണ്ട ഇവിടെയുള്ള നാട്ടുകാർക്ക്. ജനങ്ങൾക്ക് ബുദ്ധി വേണ്ടേ? അല്ലാതെ ഇപ്പത്തെ പെൺകുട്ടികൾ മുഴുവൻ സർക്കാർ പണി വേണം. അതെ അവർക്ക് അതിനെപ്പറ്റി അറിയായിട്ടാണ്. അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഉത്ബോധമില്ല. അതാണ് സർക്കാർ പണി ഉണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു ഉദാഹരണം പറയാ, ഞാൻ എന്റെ വൈഫ് ഒരു 10-25 കൊല്ലം സർവീസ് ചെയ്ത ആളാ. എന്റെ ഭാര്യ ഇപ്പൊ ആകെ കിട്ടുന്ന 11,700 റുപ്യ പെൻഷനാ. പുയ്യാപ്പിളിട്ടാ എല്ലാ ചങ്ങായി ഇവന് എന്നും ഷർട്ടുമുണ്ട് മാത്രമേ ഉള്ളൂ. എല്ലാം നിന്ന് ഷർട്ട് മാറിക്കുന്നു. നോക്കി നിങ്ങള് എവിടെ ഷർട്ട് മാറിക്കുന്നേ? അല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കണോ?
ഞാൻ അവിടെ എത്ര നിങ്ങളോട് ഇവിടെയൊക്കെ വരാൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ പോയി ചങ്ങായിമാരെ ഈ കാര്യം നടക്കുമോ? നടത്തി തരാം. അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. എങ്ങനെ ഇങ്ങോട്ട് പാറപ്പുറം നിങ്ങളോട് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇങ്ങനെ കാത്തിരിക്കുക. അല്ല റൗസാക്ക സുന്ദരനായല്ലോ ഒരു 5 വയസ്സ് കുറച്ചിനും എന്നാ പോവുക. 12 മണിയായി. 1 മണിയായി. നിങ്ങളോട് കൊറേ റൗസാക്ക ഇറങ്ങാം. എന്നാ പോവാ. നടന്നോടി. പിന്നെ ചെലവുണ്ട്. ഈ പെണ്ണിങ്ങനെ കാണാൻ ഗ്ലാമർ ഉണ്ടോ? നിങ്ങളോട് ആനിവാസിന്റെ കുപ്പി ഉണ്ടോ? കൈ വെക്കുന്ന സാധനം? ഓ അതിനൊന്നും കുഴപ്പമില്ല. എന്നാ അത് എപ്പോഴും കൈമ കെട്ടിക്കൊണ്ടി കൈ കീറ്റ് തൊടണോളാം. സുന്ദരിയാ. അതിപ്പോ നമ്മൾ ചെന്നോക്കി അറിയാം എന്താ സംഭവം. ഇത് നിങ്ങൾ നിങ്ങൾക്ക് റെഡി ആവണ സൈസ് റെഡിയാവട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കുണ്ട് ആഗ്രഹം നിങ്ങൾക്ക് കഴിപ്പിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ. 100 അല്ല 501 പെണ്ണായിക്കൊണ്ട് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഇതെങ്കിലും ഒന്ന് ശരിയായി കിട്ടണം. ഇത് ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജമ്മത്ത് നമ്മൾ കൊണ്ട് കാണിക്കില്ല. ഇത് ശരിയാവുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നല്ലാണ്ട് ആവറേജ് ആയി കഴിഞ്ഞാൽ ഉന്നേറ്റ നമ്മൾ കുറച്ച്. പിന്നെ വേറെ ഒന്നുണ്ട്, പെണ്ണിന്റെ സൗന്ദര്യമല്ല, പെണ്ണിന്റെ മനസ്സാണ്. സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല, ആ പെണ്ണിന്റെ സ്വഭാവം അതിന് 100% കാര്യം നിങ്ങള് വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറം ഗ്ലാമർ ഉണ്ട്. ഗ്ലാമറിന്റെ പ്രാധാന്യം പണം വാങ്ങി പറ്റിക്കുക. ഇത് പല ബ്രോക്കറും നമ്മളതിന് കൂട്ടത്തിട്ട് പൈസ നമ്മളിങ്ങളെ പറ്റിച്ചിട്ട് നമ്മളിങ്ങനെ ലോയക്കാരൻ രണ്ടാളെന്ന് പറഞ്ഞാൽ നിങ്ങള് സ്നേഹത്തോടെ തരുന്ന പൈസ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ഇത് നമുക്ക് ശരിയാണ്. ഇതെങ്കിലും നമുക്കൊന്ന് കുറിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ് നിങ്ങൾ മറക്കണ്ട, സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കണ്ട. ഉണ്ടാവും അത്ര പെരൂപിൽ നമ്മൾ കാണിക്കുമല്ലോ. ഇത് മോശം പറയല്ല, ഞാൻ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. പെണ്ണിന് സൗന്ദര്യം അല്ല പ്രാധാന്യം, അവരെ മനസ്സ്, അവരെ സ്നേഹിക്കാൻ കഴിയണം. അത് കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിന് 100% സൗന്ദര്യം ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു ദീപങ്ങളിലേക്ക് നമ്മൾ വിഭജിക്കാൻ പറ്റുമോ? ഇതല്ല, ഇതിന്റെ അപ്പുറത്തുണ്ടാ വീടൊക്കെ നല്ല അടിപൊളി വീടാ. നമ്മൾ പോവാ അങ്ങോട്ട് ഷോർട്ട് വഴി ഉണ്ടാക്കിയാണ് പോലെ ആ വയ്യന്നല്ലേ. വണ്ടി കയറാനൊക്കെ സുഖമാണല്ലോ. വണ്ടി കയറി പോകുന്നത് മാത്രമല്ല, അഥവാ നിങ്ങൾക്ക് ഗതികേട് വരികയാണെങ്കിൽ പോയിട്ട് തലയും വെക്കാം. അത് വേണ്ട, അവസ്ഥ ഉണ്ടാക്കട്ടെ. അപ്പൊ എന്താണ് ഞങ്ങൾ പറഞ്ഞ ആള്, നമ്മള് വിചാരിച്ച മാതിരി തന്നെ ഗവൺമെന്റ് സർവീസിലാണ്, സൽസ്വഭാവയാണ്, സ്വന്തമായിട്ടൊരു വീടുണ്ട്, പിന്നെ അത്യാവശ്യം സർക്കാർ ജോലി പറഞ്ഞല്ലോ. സിവിൽ സപ്ലൈ കോർപ്പറേഷനാണ്. നല്ല ഇനിയിപ്പോ ഒന്നുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട, അത്യാവശ്യം സ്വത്തുണ്ട്. ആ ഗ്ലാമറുണ്ട്, അമ്മ സൗന്ദര്യമാണ്. ഇതുപോലൊരു സ്വഭാവ ഗുണമുള്ള കുട്ടി ഈ ഏരിയയിലില്ല. ഞങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പാളകൾ കണ്ടില്ലേ, ഒരു കുട്ടീനെ വിളിക്കും, നമ്മളെ തീരുമാനിക്കല്ലേ, ഓർക്ക് സംബന്ധം ഇഷ്ടപ്പെടണ്ടേ. ചായ എടുത്തോ? ചായ എടുത്തൊന്നും ഇങ്ങോട്ട് വാ. നിങ്ങൾ എന്താണ് കഴിഞ്ഞിട്ട് വേണല്ലോ അല്ലെ. ഇവർക്ക് രണ്ടാൾക്കും ഒരു പെണ്ണ് നോക്കണം. ഇഷ്ടം പോലെ ലിസ്റ്റിൽ മൂപ്പർക്ക് ഞങ്ങള് പണത്തിനടുത്ത് പോയപ്പോ മൂപ്പർക്ക് 1 മാസമുള്ള കല്യാണമാണ്. അതിനുള്ള 15 ദിവസം മറ്റേത് അതുണ്ടല്ലോ 15 ദിവസത്തിനുള്ളിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ടൈം മോശം വീട്ടിലാരൊക്കെ ഉണ്ട് എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞു. വീട്ടിൽ ആരുമില്ല, അപ്പൊ അച്ഛനൊക്കെ മരിച്ചു പോയതല്ലേ. ഒരു പെങ്ങളുണ്ട്, അത് വീടൊക്കെ അത്യാവശ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ.
ഒരു പാർട്ടി വരാണ്ട് നല്ല നല്ല പൈസക്കാരനാണ്. ആവശ്യം കാര്യങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞാളി, കാര്യങ്ങളൊക്കെ പറഞ്ഞാളി. ഇവക്കുവാണെങ്കിൽ മൂപ്പരുകളോടൊക്കെ പറഞ്ഞാൽ അത് ഒരാളല്ലേ അത് മുമ്പൊക്കെ കല്യാണം കഴിക്കുമ്പോ അല്ല അതെ അടിപൊളി പെണ്ണിനെ കാണുമ്പോൾ എല്ലാവരും അത് എന്താ പറയുക, ഭാസ്കരേട്ടനല്ലേ? പേര് ഭാസ്കരേട്ടൻ. നല്ല പേര് ഭാസ്കരൻ. നിങ്ങളെ വരുന്നത് ഞങ്ങൾ രണ്ടാളും മറ്റേ കോൺട്രാക്ട് ബിസിനസ് ആണ്. ഏട്ടന്മാരെ നിങ്ങള് ബിൽഡിംഗ് ഒക്കെ എടുക്കണല്ലേ? ഒരു ബിൽഡിംഗ് മൂപ്പര ചെറിയ ബിൽഡിംഗ് മൂപ്പര പേരില് മൂപ്പര് അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ. ഒരു അഞ്ചെണ്ണം പണി തീരാനായി കിടക്കുന്നതുണ്ട്. ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് പെണ്ണിന്റെ ചായ മടക്കുണ്ടാ ഇതോടുകൂടി നിങ്ങൾ എല്ലാവരും ഒരു വൈറ്റ അതുകൊണ്ടാണ് ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ സാറല്ലേ ഞങ്ങൾ പറഞ്ഞ കേട്ടില്ല സ്വഭാവത്തിന്റെ ഓ കണ്ടറിഞ്ഞൂടെ പെൺകുട്ടീനെ കണ്ടറിഞ്ഞൂടെ എല്ലാ സ്വഭാവിയാന്നുള്ളത് അത് ചൂടത്ത് ചായ ഒന്നും വേണ്ടിയില്ലേനോ നമുക്ക് ലൈമോ സർബത്തോ ജ്യൂസോ എന്തൊക്കെ ചായ അതിന്റെ ചടങ്ങിനുള്ളത് ചായ ആണല്ലോ അതിന്റെ ആ ഒരു എന്താ പറയാ ഈ മാമൂല് അല്ലേ എടുത്തടിച്ച് എടുത്തടിച്ച് ഈ ഇതിനെന്തെങ്കിലും സമ്മതിക്കണം മോളെ. ഞാൻ ഞങ്ങളെ സ്ഥിതി എന്തിട്ടപ്പത് ഞങ്ങൾ അന്യം കാത്തുത്തിരിക്കില്ല. സംസാരിച്ചു ഗവൺമെന്റ് ജോലിയാണ്. ആർക്ക് സംസാരിക്കണ്ടേ? ഇജ്ജ് പുറത്തുനിന്ന് വരുമ്പോ 100 നാട്ടുകാരുണ്ടാവും. സംസാരിക്കാൻ കഴിയില്ലാന്ന് പറയണ്ട. അങ്ങനത്തെ സംസാരിക്കാതെ സംസാരിച്ചു. എന്താ വേണ്ടിച്ചാ പോയി സംസാരിച്ചു. എന്നാ പിന്നെ ഒരു കുട്ടി സംസാരിച്ചോട്ടെ. സംസാരിച്ചു ഗവൺമെന്റ് ജോലിക്കാരനാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ കുറവും അങ്ങനെ എല്ലാവരും അങ്ങനെ സംസാരിച്ചു. ഇനി ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങള് പിന്നെ നമ്മള് സംസാരിച്ച് നോക്കിട്ട് നിങ്ങളൊന്ന് സംസാരിച്ചില്ല. നമുക്ക് അറിയാലോ. എന്നാല് പറഞ്ഞ മാറി കേട്ടോ ഒക്കെ സംസാരിക്കാം. ഓക്കെ ശരി ശരി. അവിടെ നിൽക്കി നിങ്ങള് അല്ലേ എന്ത് പണിയാ കാണിച്ചത്? ഒരാൾ കാണാൻ വന്ന എങ്ങനെയാ? ഞങ്ങള് എന്റെ വിചാരം എന്തിനാണ്? ഈ 18 വയസ്സുള്ള കുട്ടിയൊന്നല്ല, 10-58 വയസ്സായി. എന്നെ വയസ്സ് ആക്കിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കല്യാണം കഴിക്കാൻ. ഞങ്ങൾ വയസ്സന്മാരെ നമുക്ക് പല്ല് മുളച്ചിട്ടിന്. ഞങ്ങൾ എന്റെ ഏട്ടന്മാരല്ലേ. ഞങ്ങൾക്ക് ജീവിതം വേണം. ഞങ്ങൾ എന്നെ ഒരു വയസ്സ് ആക്കിയിട്ട് ഞങ്ങളുടെ കാര്യം നോക്കാൻ വിചാരിച്ചാൽ ഇനി ഇങ്ങനെ ആയി ശരിയാവില്ല. അതെ ഞങ്ങള് അത് ഒരു കുഴപ്പമില്ല. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സപ്ലൈകോയിലാണ് ജോലി, നല്ല വീടും ചുറ്റുപാടും പൈസയുള്ളവനാണ്. പിന്നെ ഇടക്ക് ഇതിനെക്കാളും വലിയ ആള് വരാനാ, സുന്ദരനെ ആര് വരാനാ? ഈ വരുന്നവരോടൊക്കെ അങ്ങനെ മോൻ തിരിച്ചാ പറ്റൂല. അല്ലേ മോനെന്താ ഒരു കുഴപ്പോ? നല്ല ജോലിയല്ലേ, ഗവൺമെന്റ് ജോലിയാണ്, നല്ല ശമ്പളമാണ്. പിന്നെ ആ വീട്ടിലൊരു ഒറ്റ കുട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു വൈക്ക് ആക്കിയിട്ട് വേണം. ഞങ്ങൾക്ക് രണ്ടാൾക്ക് എത്ര വയസ്സായി എന്റെ വിചാരം? ഞങ്ങൾക്ക് ഒരു ജീവിതം വേണ്ടേ? ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വയസ്സായിട്ട് അന്നിപ്പോ കെട്ടിക്കഴിയുന്നല്ല. വയസ്സൊക്കെ അയക്കുന്നത് എന്നാലും അയാളെ മോന്ത കണ്ടങ്ങള് ഞാനെപ്പോഴും വയസ്സായാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സുന്ദരിയാണ്. അയാൾ കോമാളിന്റെ അയാൾ കോമാളിയൊന്നുമല്ല. അയാൾ നല്ല അത് നിങ്ങൾ ഇന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒഴിവാക്കുക. എന്തൊക്കെ പറഞ്ഞ കല്യാണം നടന്നില്ലെങ്കിൽ ഞാനിവിടെ കുത്തിരുന്നോളൂ. എന്നാലും പിന്നെ അയാളെ കൂടെ ഞങ്ങള് അയാളെ പറ്റി നന്നായി അന്വേഷിച്ചു. എനിക്ക് അയാളെ വേണ്ട.
വേണ്ട. അവിടെ ഒരു ബഫൂൺ മൈൻഡ് എന്നാ പിന്നെ ഞാൻ നടക്ക്. ഓട് അവനെ ഓട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇവിടെ ഇന്നത്തെ ചെയ്യാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്ത് ചെറ്റത്താന്ന് കാണിച്ചേ? ഇതാണോ പെണ്ണ്? എന്താ പണ്ടോ എന്താ പണ്ട് ഇതാക്കാൻ പറ്റില്ല പിന്നെ നിശ്ചയിച്ച് എന്ത് സുന്ദരനാണ് ഈ. എന്ത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏ, ഇത്രയും നല്ലൊരു ബന്ധം കേട്ടോ. പിന്നെ എന്ത് പൈസ അത് പറ്റില്ല. എന്ത് പൈസ? എടാ, ഞങ്ങൾ ഒരുപാട് പെണ്ണിനെ കാണിച്ച ഒരുപാട് കല്യാണം നമ്മൾ കഴിപ്പിച്ചു കൊടുത്താ. ഞങ്ങൾ ഒരുപാട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താ. അനക്ക് അല്ല അനക്ക് മഞ്ജുമാരി വേണ്ട. മഞ്ജുമാരി വേണ്ട.